നമ്മൾ നിൽക്കുന്നത് വയനാട്ടിലെ തന്നെ ഏറ്റവും നല്ല ക്ലാരിറ്റിയുള്ള ക്ലിയർ വെള്ളമാണ്. കാളിന്തി നദിയിലാണ് കേട്ടോ. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടൊരു സ്ഥലം കാണാൻ പോവാണ് കേട്ടോ. അതായത് നമ്മുടെ വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിലെ തിരുനെല്ലി എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ സ്ഥലം ഉണ്ടല്ലോ. അവിടെ ഒരു അമ്പലമാണ് കൂടുതലും നമ്മൾ പ്രസിദ്ധമാക്കുന്നത് വയനാടിനെ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ മനോഹാരിതയും ഒക്കെയാണ് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് തിരുനെല്ലി. അപ്പൊ നമ്മളൊരു കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകണം കേട്ടോ തിരുനെല്ലി ഭാഗത്തേക്ക് പോകണമെങ്കിൽ. അപ്പൊ ആ പോകുന്ന ഭാഗം തന്നെ ഭയങ്കര വൈബുള്ള റോഡും മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ഒരു വീക്കെൻഡിലാണ് നമ്മൾ പോകുന്നത്. ഒരു സൺഡേ അങ്ങോട്ട് പോവാന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാല് കൽപ്പറ്റ, മീനങ്ങാടി ആ വഴി കഴിഞ്ഞ് കമ്പളക്കാട്, മടക്കിമല, മാനന്തവാടി റൂട്ടിൽ നിന്ന് തിരികെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഫോറസ്റ്റിലെത്തും ആദ്യം. ഈ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. അതായത് നല്ല നിബിഡമായ ഒരു വനമാണ് ഇവിടെ തിരുനെല്ലി ഫോറസ്റ്റ്. ഇവിടെ രാത്രി ആനയും വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങും പോലും. പക്ഷെ പകല് അങ്ങനെ നമ്മൾ ഒന്നിനെയും കണ്ടില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കയറ്റത്തുള്ളത് ഒരു ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളത് പ്ലാന്റേഷൻസ് ആണ് വരുന്നത്. അതിൻ്റെ നടുക്കൊരു സ്കൂളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീടുകളും ഉണ്ട്. പിന്നെ ട്രൈബൽസിൻ്റെ വീടുകളും കുറച്ചധികം ഉണ്ട് അവിടെ ഉള്ളോട്ട്. സാധാരണ കുറേ വീടുകളൊന്നും അവിടെ ഇല്ല. ഒരുപാട് പ്ലാന്റേഷൻസ് ആണ് അവിടെ ഉള്ളത്. തോട്ടങ്ങളും മരങ്ങളും കാടുകളും വയലുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ ആ സമയത്ത് പോലും കോട ഇങ്ങനെ മഴയുണ്ട് എന്നാലും കോട ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ വയലും ഒരു പുഴയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പുഴ കാണാനാണ് പോകുന്നത്. അപ്പോൾ ആ പുഴ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആ പുഴയും ആ വയലിൻ്റെ ഭംഗിയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ തിരുനെല്ലിയിലാണ്. തിരുനെല്ലി ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററാണ്. ഇവിടെ പനവല്ലി എന്നാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പുഴയുണ്ട്. ഇവിടെ കാളിന്തി നദിയാണ് കേട്ടോ. കാളിന്തി നദീൻ്റെ ഒരു ശാഖയാണിത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബ്രഹ്മഗിരി മലയിൽ നിന്നാണ്. നല്ല മഴയുണ്ട്, നല്ല ക്ലൈമറ്റാണ്, അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ വയനാട്ടിലേക്ക് വരുന്നവർ എന്തായാലും ഈ ഒരു വരണം.
അങ്ങനെ ഞാൻ ആ പുഴേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മഴ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചളിയൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇറങ്ങുമ്പോൾ നല്ലോണം കെയർ ചെയ്യണം. പിന്നെ നല്ല കുത്തൊഴുക്കുള്ള പുഴയാണ്, പക്ഷെ കാണാനെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ നല്ല വൈബുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മൾ തിരുനെല്ലി എത്തുന്നതിന് ഒരു 4 കിലോമീറ്റർ മുമ്പ് തന്നെ അവിടെ ഇറങ്ങി. അപ്പോൾ നെട്ടറ ഗ്രാമം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ പനവല്ലി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ ഇത്. പനവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ വയലിൻ്റെ ഓരത്തു കൂടെ പോകുന്ന ഒരു പാലവും അതിൻ്റെ പുഴയുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കബനി നദി എന്നൊക്കെ പറയും, പക്ഷേ ഇത് നമ്മുടെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പുഴയാണ്. അപ്പോൾ കബനി നദീൻ്റെ ഒരു ശാഖയും കൂടെയാണ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ പുഴ കാണാൻ നല്ല ഏറ്റവും ക്ലിയർ ഉള്ള വെള്ളമാണ് കേട്ടോ. വയനാട്ടിൽ തന്നെ ഏറ്റവും ക്ലിയർ ഉള്ള വെള്ളമുള്ള ഒരു പുഴയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നല്ല കുത്തൊഴുക്കുണ്ടാകുമ്പോൾ വരുമ്പോൾ നല്ലോണം കെയർ ചെയ്യണം. കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടത് മഴേൻ്റെതും പുഴേൻ്റെതും ഒക്കെ ആയിട്ടുള്ള സൗണ്ടാണ് കേട്ടോ. മഴ നല്ലോണം തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു, പുഴ നല്ല രീതിക്ക് കുത്തി ഒലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഞാനൊരു സെൽഫിയൊക്കെ എടുത്താണ്. അപ്പോൾ നമുക്ക് ഈ നെൽപ്പാടങ്ങളുടെ ഭംഗിയും കൂടെ ഒന്ന് ആസ്വദിക്കാം കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ പാടവും, അതായത് നെൽപ്പാടവും പുഴയും മഴയും പിന്നെ പാലവും പാലത്തിൻ്റെ മേലെ കൂടെ നടന്നു പോകുന്ന വൈബും മഴ കൊള്ളലും ഒക്കെ കൂടെ കഴിഞ്ഞ് നല്ല രസമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ചു വരുമ്പോഴും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ.
നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പനമരം സൈഡിൽ ആണെന്ന് തോന്നുന്നു നമ്മളൊരു വീട്ടിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. എങ്ങനെ അടിപൊളിയല്ലേ? അപ്പൊ ടാറ്റാ, ബൈ ബൈ, സി യു. അപ്പൊ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.